ഇടുക്കി ചെറുതോണിയിൽ 4 വയസ്സുകാരിയായ കുഞ്ഞ് സ്കൂൾ ബസ് കയറിയിറങ്ങി മരിച്ച സംഭവം വളരെ ദാരുണമായിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. അപകടമുണ്ടായ വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിനോടും പോലീസിനോടും അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്കൂളിനുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നാണ് ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത്. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിനെതിരെ നടപടിയുണ്ടാകും. സ്കൂൾ സേഫ്റ്റി പ്രോട്ടോകോൾ പാലിച്ചില്ലെന്നും ഇത് യാദൃച്ഛികമായി സംഭവിച്ച അപകടമായി കാണാൻ കഴിയില്ലെന്നുമാണ് ബാലാവകാശ കമ്മീഷൻ അംഗം കെ ഷാജു പറഞ്ഞത്. പ്രോട്ടോകോളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ക്ലാസ് മുറിയിൽ കുട്ടികൾ കയറുന്നതുവരെ കുട്ടികളെത്തിയ വാഹനം മുന്നോട്ടെടുക്കാൻ പാടില്ല. അത് ഉറപ്പുവരുത്തേണ്ട ചുമതല പ്രിൻസിപ്പാളിനാണ്. നാളെ ഒരു സ്കൂളിലും ഇത്തരത്തിലുള്ള വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ 4 വയസ്സുകാരി ഹെയ്സൽ ബെൻ സ്കൂൾ മുറ്റത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത്. സ്കൂൾ ബസ്സിൽ വന്നിറങ്ങി വിദ്യാർത്ഥി ക്ലാസ്സിലേക്ക് കയറാനായി ബസ്സിന് പുറകിലേക്ക് നടക്കുകയായിരുന്നു. ഇതിനിടെയാണ് സ്കൂളിലെ മറ്റൊരു ബസ് ഇടിക്കുകയും ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തത്. ഉടനെ തന്നെ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. മറ്റൊരു കുട്ടിക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു. അതേസമയം അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്കൂൾ മാനേജ്മെന്റ് രംഗത്ത് വന്നിരുന്നു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചതെന്നും ക്ലാസ് മുറിയിലേക്ക് കുട്ടികൾ വഴിതെറ്റിച്ചോടിയതാണ് അപകടത്തിന് കാരണമായതെന്നുമാണ് സ്കൂൾ അധികൃതരുടെ പ്രതികരണം. സംഭവത്തിൽ ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചിരുന്നു.